ഹായ് ഓൾ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ശ്രുതീസ് ലേണിംഗ് സ്ക്വയർ. ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ജൂൺ മാസത്തിലത്തെ കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ഇതിന് മുമ്പത്തെ വീഡിയോസ് എല്ലാം കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത് ഒരു നോട്ട്ബുക്കിനകത്ത് എഴുതിയെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ നോക്കാം. അടുത്തിടെ അന്തരിച്ച ദിനു റാൻഡീവ് ഏത് മേഖലയിൽ പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ്? ഓക്കെ, ദിനു റാൻഡീവ് ആണ് കേട്ടോ. ഏത് മേഖലയിലാണ് പ്രശസ്തൻ? പത്രപ്രവർത്തകനാണ്. അപ്പോൾ ദിനു റാൻഡീവ് പത്രപ്രവർത്തകനാണ്. നെക്സ്റ്റ് വൺ നോക്കാം. ഏത് കേന്ദ്രമന്ത്രിയാണ് സഹകർ മിത്ര പദ്ധതി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്? പദ്ധതിയുടെ പേരെന്താണ്? സഹകർ മിത്ര പദ്ധതി. ഓക്കെ, ഏത് കേന്ദ്രമന്ത്രിയാണ് സഹകർ മിത്ര പദ്ധതി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്? നരേന്ദ്ര സിംഗ് തോമർ. ആരാണ്? നരേന്ദ്ര സിംഗ് തോമർ. അപ്പം നരേന്ദ്ര സിംഗ് തോമർ ഏത് പദ്ധതിയാണ് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്? സഹകർ മിത്ര പദ്ധതി. നെക്സ്റ്റ് വൺ നോക്കാം. അടുത്തിടെ ആരാണ് ഒളിമ്പിക് ചാനൽ കമ്മീഷൻ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത്? നരീന്ദർ ബത്ര. ആരാണ്? നരീന്ദർ ബത്ര. അടുത്തിടെ ആരാണ് ഒളിമ്പിക് ചാനൽ കമ്മീഷൻ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത്? നരീന്ദർ ബത്ര. അടുത്ത് നോക്കാം. ആൻഡമാൻ നിക്കോബാർ കമാൻഡിൻ്റെ കമാൻഡർ ഇൻ ചീഫായി ആരാണ് അടുത്തിടെ നിയമിതനായത്? മനോജ് പാണ്ഡെ. ഓക്കെ, ആൻഡമാൻ നിക്കോബാർ കമാൻഡിൻ്റെ കമാൻഡർ ഇൻ ചീഫായി ആരാണ് അടുത്തിടെ നിയമിതനായത്? മനോജ് പാണ്ഡെ. അടുത്ത് നോക്കാം. അടുത്തിടെ അജിത് ജോഗി അന്തരിച്ചു. ഏത് സംസ്ഥാനത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം? ഛത്തീസ്ഗഡ്. ഓക്കെ, അടുത്തിടെ അജിത് ജോഗി അന്തരിച്ചു. ഏത് സംസ്ഥാനത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം? ഛത്തീസ്ഗഡ്. അടുത്ത് നോക്കാം. അടുത്തിടെ സെൻറ്റർ ഫോർ നാനോ ആൻഡ് സോഫ്റ്റ് മാറ്റർ സയൻസിലെ ശാസ്ത്രജ്ഞരും ഗവേഷകരും ഏത് കാറ്റലിസ്റ്റ് ഉപയോഗിച്ചാണ് ജലത്തിൽ നിന്ന് എളുപ്പത്തിൽ ഹൈഡ്രജൻ വേർതിരിച്ചെടുക്കാം എന്ന് കണ്ടെത്തിയത്? മോളിബിഡനം ഡയോക്സൈഡ് ആണ് കേട്ടോ. അപ്പോൾ അടുത്തിടെ സെൻറ്റർ ഫോർ നാനോ ആൻഡ് സോഫ്റ്റ് മാറ്റർ സയൻസിലെ ശാസ്ത്രജ്ഞരും ഗവേഷകരും ഏത് കാറ്റലിസ്റ്റ് ഉപയോഗിച്ചാണ് ജലത്തിൽ നിന്ന് എളുപ്പത്തിൽ ഹൈഡ്രജൻ വേർതിരിച്ചെടുക്കാം എന്ന് കണ്ടെത്തിയത്? മോളിബിഡനം ഡയോക്സൈഡ്. നെക്സ്റ്റ് നോക്കാം. ഏത് മന്ത്രാലയമാണ് അടുത്തിടെ #I commit ക്യാമ്പയിൻ ആരംഭിച്ചത്? വൈദ്യുതി മന്ത്രാലയമാണ് കേട്ടോ. ഏത് മന്ത്രാലയമാണ് അടുത്തിടെ #I commit ക്യാമ്പയിൻ ആരംഭിച്ചത്? വൈദ്യുതി മന്ത്രാലയം. നെക്സ്റ്റ് വൺ നോക്കാം. എപ്പോഴാണ് ലോക അഭയാർത്ഥി ദിനം ആചരിക്കുന്നത്? ജൂൺ 20. എപ്പോഴാണ് ലോക അഭയാർത്ഥി ദിനം ആചരിക്കുന്നത്? ജൂൺ 20-നാണ്. അടുത്ത് നോക്കാം. വേൾഡ് കോമ്പറ്റേറ്റീവ് ഇൻഡെക്സ് 2019 റാങ്കിങ്ങിൽ ഇന്ത്യ എത്രാം സ്ഥാനത്താണ്? 43. ഓക്കെ, വേൾഡ് കോമ്പറ്റേറ്റീവ് ഇൻഡെക്സ് 2019 റാങ്കിങ്ങിൽ ഇന്ത്യ എത്രാം സ്ഥാനത്താണ്? 43. അടുത്ത് നോക്കാം. പ്രകൃതിവാതക വിതരണം ചെയ്യുന്നതിനായി കേന്ദ്ര സർക്കാർ അടുത്തിടെ പുറത്തിറക്കിയ ഓൺലൈൻ ഡെലിവറി അധിഷ്ഠിത വ്യാപാര വേദിയുടെ പേരെന്താണ്? IGX. പ്രകൃതിവാതക വിതരണം ചെയ്യുന്നതിനായി കേന്ദ്ര സർക്കാർ അടുത്തിടെ പുറത്തിറക്കിയ ഓൺലൈൻ ഡെലിവറി അധിഷ്ഠിത വ്യാപാര വേദിയുടെ പേരെന്താണ്? IGX. നെക്സ്റ്റ് വൺ നോക്കാം. അടുത്തിടെ നടന്ന വേൾഡ് സ്റ്റാർസ് ഷാർജ ഓൺലൈൻ ഇൻ്റർനാഷണൽ ചെസ് ചാമ്പ്യൻഷിപ്പ് നേടിയത് ആരാണ്? ഷക്രിയാർ മമേദ്യാരോവ്. ആരാണ്? ഷക്രിയാർ മമേദ്യാരോവ്. അടുത്തിടെ നടന്ന വേൾഡ് സ്റ്റാർസ് ഷാർജ ഓൺലൈൻ ഇൻ്റർനാഷണൽ ചെസ് ചാമ്പ്യൻഷിപ്പ് നേടിയത് ആരാണ്? ഷക്രിയാർ മമേദ്യാരോവ്. നെക്സ്റ്റ് നോക്കാം. എപ്പോഴാണ് വൈൽഡ് ഹൈഡ്രോഗ്രഫി ഡേ ലോകത്ത് ആചരിക്കുന്നത്? ജൂൺ 21. എപ്പോഴാണ് വൈൽഡ് ഹൈഡ്രോഗ്രഫി ഡേ ലോകത്ത് ആചരിക്കുന്നത്? ജൂൺ 21-നാണ്. നെക്സ്റ്റ് നോക്കാം. US പങ്കാളിയായുള്ള പുതിയ കരാറിൻ്റെ നിബന്ധനകൾ പ്രകാരം ബഹിരാകാശ യാത്രയിൽ ആദ്യത്തെ ടൂറിസ്റ്റിനെ എടുക്കാൻ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? റഷ്യ. ഒന്നുകൂടെ പറയാം. US പങ്കാളിയായുള്ള പുതിയ കരാറിൻ്റെ നിബന്ധനകൾ പ്രകാരം ബഹിരാകാശ യാത്രയിൽ ആദ്യത്തെ ടൂറിസ്റ്റിനെ എടുക്കാൻ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? റഷ്യ. നെക്സ്റ്റ് നോക്കാം. ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് എപ്പോഴാണ്? മെയ് 31 കേട്ടോ. ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് എപ്പോഴാണ്? മെയ് 31. നെക്സ്റ്റ്, 2020 അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനത്തിൻ്റെ സന്ദേശം എന്താണ്? 2020 അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനത്തിൻ്റെ സന്ദേശം എന്താണ്? മൂവ്, ലേൺ ആൻഡ് ഡിസ്കവർ. എന്താണ്? മൂവ്, ലേൺ ആൻഡ് ഡിസ്കവർ. നെക്സ്റ്റ് വൺ നോക്കാം. ഇന്ത്യൻ വ്യോമസേന അടുത്തിടെ അർപ്പിത് എന്ന സംരക്ഷണ സംവിധാനം വികസിപ്പിച്ചെടുത്തു. അർപ്പിത്തിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? എയർബോൺ റെസ്ക്യൂ പോഡ് ഫോർ ഐസൊലേറ്റഡ് ട്രാൻസ്പോർട്ടേഷൻ. അർപ്പിത് ARPIT ആണ്. അപ്പോൾ A വെച്ചിട്ട് എയർബോൺ, R റെസ്ക്യൂ, P എന്ന് പറയുന്നത് പോഡ്, ഫോർ ഐസൊലേറ്റഡ് ട്രാൻസ്പോർട്ടേഷൻ. അടുത്ത് നോക്കാം. അന്താരാഷ്ട്ര വിധവ ദിനം എന്നാണ്? ജൂൺ 23. അന്താരാഷ്ട്ര വിധവ ദിനം എന്നാണ്? ജൂൺ 23. നെക്സ്റ്റ് നോക്കാം.
ലോക്ക്ഡൗണിൽ ആരാണ് മൈ ലൈഫ് മൈ യോഗ എന്ന മത്സരം ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത്? നരേന്ദ്രമോദിയാണ് കേട്ടോ. അപ്പോൾ ലോക്ക്ഡൗണിൽ ആരാണ് മൈ ലൈഫ് മൈ യോഗ എന്ന മത്സരം ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത്? നരേന്ദ്രമോദി. നെക്സ്റ്റ് നോക്കാം. 2020 ലോക ഭക്ഷ്യ സമ്മാനം ആർക്കാണ് ലഭിച്ചത്? ഡോക്ടർ രത്തൻലാലിനാണ്. ആർക്കാണ്? ഡോക്ടർ രത്തൻലാൽ. 2020 ലോക ഭക്ഷ്യ സമ്മാനം ആർക്കാണ് ലഭിച്ചത്? ഡോക്ടർ രത്തൻലാൽ. സാമൂഹിക അകലം പാലിക്കാൻ ആളുകളെ സഹായിക്കുന്നതിന് ഗൂഗിൾ പുറത്തിറക്കിയ ആപ്പ് ഏതാണ്? സോഡാർ. ഓർത്ത് വയ്ക്കുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. സാമൂഹിക അകലം പാലിക്കാൻ ആളുകളെ സഹായിക്കുന്നതിന് ഗൂഗിൾ പുറത്തിറക്കിയ ആപ്പ് ഏതാണ്? സോഡാർ. നെക്സ്റ്റ് നോക്കാം. ലോക സൈക്കിൾ ദിനം ആചരിക്കുന്നത് എപ്പോഴാണ്? ജൂൺ 3. ഓക്കെ, ലോക സൈക്കിൾ ദിനം ആചരിക്കുന്നത് എപ്പോഴാണ്? ജൂൺ 3. 2020 ലോക പരിസ്ഥിതി ദിന സന്ദേശം എന്താണ്? സെലിബ്രേറ്റ് ബയോഡൈവേഴ്സിറ്റി. എന്താണ്? സെലിബ്രേറ്റ് ബയോഡൈവേഴ്സിറ്റി. ഒന്നുകൂടെ പറയാം. 2020 ലോക പരിസ്ഥിതി ദിന സന്ദേശം എന്താണ്? സെലിബ്രേറ്റ് ബയോഡൈവേഴ്സിറ്റി. ഓക്കെ, അടുത്ത് നോക്കാം. ഐക്യരാഷ്ട്രസഭ സമാധാന സേന അംഗങ്ങളുടെ അന്താരാഷ്ട്ര ദിനമായി എപ്പോഴാണ് ആഘോഷിക്കുന്നത്? മെയ് 29 കേട്ടോ. ഐക്യരാഷ്ട്രസഭ സമാധാന സേന അംഗങ്ങളുടെ അന്താരാഷ്ട്ര ദിനമായി എപ്പോഴാണ് ആഘോഷിക്കുന്നത്? മെയ് 29. നെക്സ്റ്റ് നോക്കാം. ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ക്യാച്ച് ആപ്പ് കോളിംഗ് ആപ്ലിക്കേഷൻ ആരംഭിച്ചത്? ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ക്യാച്ച് ആപ്പ് കോളിംഗ് ആപ്ലിക്കേഷൻ ആരംഭിച്ചത്? ഫേസ്ബുക്കാണ് കേട്ടോ. നെക്സ്റ്റ് നോക്കാം. ISRO ബഹിരാകാശ ബോധവൽക്കരണം, ജ്യോതിർഭൗതിക മേഖലകളിൽ വേണ്ട സഹകരണം തുടങ്ങിയവയ്ക്കായി ഏത് സ്ഥാപനവുമായാണ് അടുത്തിടെ ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്? ആര്യഭട്ട റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒബ്സർവേഷണൽ സയൻസ് ആണ് കേട്ടോ. ആര്യഭട്ട റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒബ്സർവേഷണൽ സയൻസ്. അടുത്ത് നോക്കാം. മൈക്രോ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ ദിനം ആചരിക്കുന്നത് എപ്പോഴാണ്? ജൂൺ 27. ഓക്കെ, മൈക്രോ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ ദിനം ആചരിക്കുന്നത് എന്നാണ്? ജൂൺ 27. രാജ്യത്തെ യുവാക്കൾക്കായി റെസ്പോൺസിബിൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന പ്ലാറ്റ്ഫോം ഒരു കൃത്രിമ ഇൻ്റലിജൻസ് പോർട്ടലും പുറത്തിറക്കിയത് ആരാണ്? രവിശങ്കർ പ്രസാദ്. ഓക്കെ, രാജ്യത്തെ യുവാക്കൾക്കായി റെസ്പോൺസിബിൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന പ്ലാറ്റ്ഫോം ഒരു കൃത്രിമ ഇൻ്റലിജൻസ് പോർട്ടലും പുറത്തിറക്കിയത് ആരാണ്? രവിശങ്കർ പ്രസാദ്. അടുത്ത് നോക്കാം. ആരോഗ്യ പരിപാലന വസ്തുക്കളുടെ തത്സമയ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ അടുത്തിടെ ഒരു പോർട്ടൽ ആരംഭിച്ചു. ഏതാണ് ആ പോർട്ടൽ? ആരോഗ്യപാത്. ആരോഗ്യ പരിപാലന വസ്തുക്കളുടെ തത്സമയ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ അടുത്തിടെ ഒരു പോർട്ടൽ ആരംഭിച്ചു. ഏതാണ് ആ പോർട്ടൽ? ആരോഗ്യപാത്. നെക്സ്റ്റ് വൺ നോക്കാം. ബഹിരാകാശ യാത്രികരെ ബഹിരാകാശത്തേക്ക് അയച്ച ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ കമ്പനി ഏതാണ്? ബഹിരാകാശ യാത്രികരെ ബഹിരാകാശത്തേക്ക് അയച്ച ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ കമ്പനി ഏതാണ്? സ്പേസ് എക്സ്. നെക്സ്റ്റ് വൺ നോക്കാം. ഏത് സംസ്ഥാനത്താണ് രാജപർബ ഉത്സവം പ്രധാനമായും ആഘോഷിക്കപ്പെടുന്നത്? ഒഡീഷയാണ് കേട്ടോ. ഏത് സംസ്ഥാനത്താണ് രാജപർബ ഉത്സവം പ്രധാനമായും ആഘോഷിക്കപ്പെടുന്നത്? ഒഡീഷ. നെക്സ്റ്റ് വൺ നോക്കാം. ലോക സംഗീത ദിനം എന്നാണ്? ജൂൺ 21. ലോക സംഗീത ദിനം ജൂൺ 21. ലോക പാൽ ദിനമായി ആചരിക്കുന്നത് എപ്പോഴാണ്? ജൂൺ 1 കേട്ടോ. ലോക പാൽ ദിനമായി ആചരിക്കുന്നത് എപ്പോഴാണ്? ജൂൺ 1. അപ്പോൾ ജൂൺ 1 സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികൾക്ക് പാൽ കൊടുക്കും എന്നുള്ള രീതിയിൽ ആലോചിക്കുക. അപ്പോൾ ലോക പാൽ ദിനമായി ആചരിക്കുന്നത് എപ്പോഴാണ്? ജൂൺ 1. നെക്സ്റ്റ് നോക്കാം. തെരുവ് കച്ചവടക്കാർക്ക് മിതമായ നിരക്കിൽ വായ്പ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? PM സ്വാനിധി. ഓക്കെ, തെരുവ് കച്ചവടക്കാർക്ക് മിതമായ നിരക്കിൽ വായ്പ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? PM സ്വാനിധി. നെക്സ്റ്റ് വൺ നോക്കാം. ഇൻ്റർനെറ്റ് പൗരൻ്റെ മൗലിക അവകാശമാണെന്ന് പ്രഖ്യാപിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഇൻ്റർനെറ്റ് പൗരൻ്റെ മൗലിക അവകാശം കേട്ടോ എന്ന് പ്രഖ്യാപിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം. നെക്സ്റ്റ് നോക്കാം. അടുത്തിടെ അന്തരിച്ച കായിക താരം ഹംസ കോയ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോളാണ് കേട്ടോ. അപ്പോൾ അടുത്തിടെ അന്തരിച്ച കായിക താരം ഹംസ കോയ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോളാണ്. നെക്സ്റ്റ് നോക്കാം. ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം എന്നാണ്? ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം ജൂൺ 7. അപ്പോൾ ജൂൺ 7 നമ്മൾ ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം ആചരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഇതിന് മുമ്പുള്ള വീഡിയോസ് എല്ലാം കാണുക. അതേപോലെ തന്നെ 20 days നിങ്ങൾ ചാലഞ്ച് ഏറ്റെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.